Hi friends, welcome to our channel. അപ്പോൾ എനിക്ക് സ്ഥിരം വരുന്ന ഒരു കമന്റിനെ കുറിച്ച് ഞാൻ പറയാം. അതിനെക്കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. എൻ്റെ ഇന്റർനെറ്റിന് സ്പീഡ് ഇല്ല, ഞാൻ കേരള വിഷൻ ആണ് യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഏഷ്യാനെറ്റ് ആണ് യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഏതൊരു ബ്രോഡ്ബാൻഡ് ആയിക്കോട്ടെ, എൻ്റെ ഇന്റർനെറ്റിന് സ്പീഡ് ഇല്ല. എന്തുകൊണ്ടാണെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? നിങ്ങൾ എപ്പോഴും ഒരു ഓപ്പറേറ്ററിൻ്റെ മോഡം വാങ്ങുമ്പോൾ നിങ്ങൾ വാങ്ങുന്നത് ഒരു നോർമൽ 2 GHz മോഡം ആയിരിക്കാം. ഒരു കേസ് പോട്ടെ, നിങ്ങൾ 5 GHz മോഡം വാങ്ങിച്ചാലും ഈ പറയുന്ന മോഡത്തിന് വൈഫൈ കവറേജ് എന്ന് പറഞ്ഞാൽ വെരി ലിമിറ്റഡ് ആണ്. അത് നിങ്ങളൊന്ന് മനസ്സിലാക്കണം. ഒരു ഓപ്പറേറ്ററിന്റെ കയ്യിൽ നിന്ന് മേടിക്കുന്ന, അത് ഏത് ബ്രാൻഡ് ആയിക്കോട്ടെ, ഒരു ബ്രാൻഡിനെ ഞാൻ പറയുന്നില്ല, അതിന്റെ വൈഫൈ ഞാൻ ഉപയോഗിക്കുന്ന ഹോവേ എന്നൊരു ബ്രാൻഡിന്റെ ആണ് മോഡാണ് ഉപയോഗിക്കുന്നത്. അതിന് വൈഫൈ കവറേജ് വളരെ കുറവാണ്. അതൊരു കേസ്. പിന്നെ സ്പീഡ് കപ്പാസിറ്റി ഉണ്ട് അതിന്, ഒരു പരിധി വരെ അതിന് നമുക്ക് സ്പീഡ് കിട്ടത്തുള്ളൂ. ഞാൻ ഒത്തിരി ഡീറ്റെയിൽഡോ ടെക്നിക്കലോ പറയുന്നില്ല. ഇപ്പോൾ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 5 GHz ഒക്കെ മോഡം നമ്മുടെ പല ഓപ്പറേറ്ററുകളും കൊടുക്കുന്നുണ്ട്. പക്ഷേ നിങ്ങൾ ഒരിക്കലും നിങ്ങളൊരു 5 GHz മോഡം ഒരു ഓപ്പറേറ്ററിൻ്റെ നിന്നും വാങ്ങരുതെന്നാണ് എൻ്റെ ഒരു സജഷൻ. അതിന് പല കാര്യങ്ങളുണ്ട്, ഞാനത് വീഡിയോയുടെ അവസാനം പറയാം. അപ്പോൾ എന്തുകൊണ്ട് വാങ്ങരുത് അത് ഞാൻ പറയാം. ബട്ട് നിങ്ങൾ ഒരു കാരണവശാലും 5 GHz മോഡം മേടിക്കരുത്. എപ്പോഴും നിങ്ങളൊരു മോഡം നിങ്ങളൊരു ഓപ്പറേറ്ററിൽ നിന്ന് മേടിക്കുവാണെങ്കിൽ ഏറ്റവും ബേസിക് ആയിട്ടുള്ള 2.4 GHz ഏറ്റവും ബേസിക് ആയിട്ടുള്ള മോഡം വാങ്ങുക. ലൈക്ക് ലെസ് ഫീച്ചേഴ്സ് ആയിക്കോട്ടെ, ഇനി ലൈക്ക് വൈഫൈ ഇല്ലാത്ത മോഡം ആണെങ്കിലും ഇറ്റ്സ് ഫൈൻ. ലൈക്ക് ബേസിക് വൈഫൈ ആണെങ്കിലും ഓക്കെ. ഞാൻ ഒരിക്കലും എൻ്റെ മോഡത്തിൻ്റെ വൈഫൈ യൂസ് ചെയ്യില്ല, കാരണം എനിക്ക് അതിൻ്റെ ആവശ്യമില്ല. കാരണം അതിൻ്റെ കവറേജ് ഇല്ല, അതുപോലെ സ്പീഡ് ലൈക്ക് നമുക്ക് അതിനുള്ള സ്പീഡ് കിട്ടുന്നില്ല. അതുകൊണ്ട് ഞാനത് എൻ്റെ സിസ്റ്റത്തിൻ്റെ, എൻ്റെ ഈ ലൈക്ക് ഫൈബർ ബ്രോഡ്ബാൻഡിൻ്റെ മോഡത്തിൻ്റെ വൈഫൈ ഞാൻ വാങ്ങിച്ച് അന്ന് തൊട്ട് അത് ഓഫ് ചെയ്തിട്ടേക്കാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഏറ്റവും ബേസിക് ആയിട്ടുള്ള, ഏറ്റവും വില കുറഞ്ഞാലും കുഴപ്പമില്ല, നമുക്ക് എപ്പോഴും മേക്ക് ഷുവർ ചെയ്യേണ്ടുന്നത് ഈ പറയുന്ന ബേസിക് മോഡലിന് ഒരു 1 Gbps പോർട്ട് ഉണ്ടായിരിക്കണം, ലാൻ പോർട്ട്. അത് നമ്മൾ ഇൻഷ്യൂർ ചെയ്യണം. ഒരു 1 Gbps ലാൻ പോർട്ട് ഉണ്ടെന്നുള്ളത് ഇൻഷ്യൂർ ചെയ്യുക. ബേസിക് ഒരു പോർട്ടായാലും ഇറ്റ്സ് ഫൈൻ, നമുക്കത് പിന്നെ എക്സ്റ്റെൻഡ് ചെയ്യാം. ലൈക്ക് ഇഫ് ഒരു ബേസിക് മോഡം വിത്ത് 1 Gbps ലാൻ പോർട്ട് മാത്രം മതി, വേറെ ഒന്നും നിങ്ങൾ മേടിക്കേണ്ട. അതിനുശേഷം നിങ്ങൾ ആമസോണിൽ പോവുക, നിങ്ങൾക്ക് ഒരു ഒന്നാം തരം ഒരു ഡുവൽ ബാൻഡ് വൈഫൈ റൗട്ടറോ, അല്ലെങ്കിൽ വൈഫൈ 6 ആയിക്കോട്ടെ, വൈഫൈ 5 ആയിക്കോട്ടെ, നല്ലൊരു വൈഫൈ ഡുവൽ ബാൻഡ് റൗട്ടർ മേടിക്കുക. നിങ്ങൾക്ക് അത് ഏതാ അറിയില്ലെങ്കിൽ ഞാൻ ഉപയോഗിക്കുന്ന 2-3 മോഡലുണ്ട്. അതിലേതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ വാങ്ങിച്ചോ. പല റേറ്റിന് തൊട്ട് ഉള്ളതുണ്ട്, 2000 തൊട്ടുള്ളതുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ അതിന്റെ ലിങ്ക് കാണാം. അപ്പോൾ അതുപോലൊരു നല്ല വൈഫൈ റൗട്ടർ, വൈഫൈ 6 സപ്പോർട്ട് ചെയ്യുന്നവരെ ഇപ്പോൾ അവൈലബിൾ ആണ്. അതുപോലെ റൗട്ടർ മേടിച്ച് യൂസ് ചെയ്യുക, വൈഫൈ റൗട്ടർ മേടിച്ച് യൂസ് ചെയ്യുക. നിങ്ങൾക്ക് പ്ലാൻ ഏതാണോ, 100 MBPS പ്ലാൻ ആണോ, 200 MBPS പ്ലാൻ ആണോ, എല്ലാം നിങ്ങൾക്ക് ഫുൾ സ്പീഡ് കിട്ടും. അപ്പം കേരള വിഷന്റെ കേസ് എടുക്കുവാണെങ്കിൽ, ഞാൻ കേരള വിഷൻ ആണ് യൂസ് ചെയ്യുന്നത്, 2019 തൊട്ട് യൂസ് ചെയ്യുന്നുണ്ട്. എൻ്റെ ഒരു അഭിപ്രായം, ഞാൻ ഉപയോഗിച്ചിട്ട് എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയുകയാണ്. എനിക്ക് ഏറ്റവും നല്ലൊരു ഇന്റർനെറ്റ് സർവീസ് ആയിട്ടാണ് എനിക്ക് കേരള വിഷൻ തോന്നുന്നത്. മുന്നേ ഒത്തിരി ഇഷ്യൂസ് ഉണ്ടായിരുന്നു. നമ്മുടെ കൊറോണ സമയത്ത് അതെല്ലാം ഇതെല്ലാം ഡാറ്റാ സെന്ററിൽ അടിച്ചുപോയി, മൊത്തം പ്രശ്നങ്ങളായിരുന്നു. അതുപോലെ തന്നെ സ്പീഡ് തീരെ കുറവായിരുന്നു. പക്ഷെ അതൊക്കെ ഒരു സർവൈവ് ചെയ്തിട്ടുണ്ട്. ഇപ്പം ബെസ്റ്റ് സ്പീഡാണ് അവർ നമുക്ക് തരുന്നത്. ഞാൻ എടുത്തേക്കുന്ന പ്ലാൻ നിങ്ങളെ കാണിക്കാം. 200 MBPS പ്ലാനാണ് ഞാൻ എടുത്തേക്കുന്നത്. അത് സ്റ്റേബിൾ ആയിട്ട്, ഒരു പോയിന്റ് പോലും കുറയാതെ എനിക്ക് സ്റ്റേബിൾ ആയിട്ട് എല്ലാ സമയത്തും എനിക്ക് കിട്ടുന്നുണ്ട്. ഒരു ഇഷ്യൂസും ഇല്ലാതെ കിട്ടുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഉള്ളൊരു സർവീസ് പ്രൊവൈഡറിനെ കുറിച്ചാണ് എല്ലാവരും കമന്റ് ചെയ്യുന്നത്. എനിക്ക് 50 MBPS പ്ലാൻ എടുത്തിട്ട് 13 MBPS കിട്ടുന്നുള്ളൂ, അല്ലെങ്കിൽ 50 MBPS പ്ലാൻ എടുത്തിട്ട് 10 MBPS കിട്ടുന്നുള്ളൂ എന്നൊക്കെ പറയുമ്പോൾ എന്തുകൊണ്ടാണെന്നുള്ളപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? നിങ്ങൾ ഉപയോഗിക്കുന്ന മോഡത്തിന്റെ പ്രശ്നമായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന എന്തെങ്കിലും ഒരു മോഡത്തിന്റെ കോൺഫിഗറേഷന്റെ പ്രശ്നമായിരിക്കാം. ഞാൻ പറയുന്നത് എൻ്റെ ഒരു സജഷൻ വെച്ചിട്ട് പറയുന്നത്, നിങ്ങളുടെ നിങ്ങൾ ഉപയോഗിക്കുന്ന മോഡത്തിന്റെ പ്രശ്നം തന്നെയാണ്. നിങ്ങളൊരു ഒരു വൈഫൈ റൗട്ടറിലോട്ട് ആ മോഡത്തിന്റെ കണക്ഷൻ എടുത്ത് വൈഫൈ റൗട്ടറിൽ കണക്ട് ചെയ്ത് നോക്കൂ. അത് എങ്ങനെ ചെയ്യേണ്ടതെന്നുള്ളത് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്, മോഡൽ വീഡിയോയിലുണ്ട്. അപ്പോൾ അത് സെറ്റ് ചെയ്ത് നോക്കുക. അപ്പോൾ എന്നിട്ട് ഞാൻ പറയുന്ന പോലെ ചെക്ക് ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ ഫുൾ സ്പീഡ് കിട്ടുന്നുണ്ടോ നിങ്ങൾ എൻഷ്യൂർ ചെയ്ത് നോക്കുക. എപ്പോഴും ഞാൻ പറയുന്നത്, ഒരിക്കലും മോഡത്തിന്റെ വൈഫൈ യൂസ് ചെയ്യരുത്. ഒരു വൈഫൈ 6 വൈഫൈ 5 ഡുവൽ ബാൻഡ് റൗട്ടർ മേടിച്ച് യൂസ് ചെയ്യുക. നിങ്ങൾ എടുത്ത പ്ലാനിന്റെ സ്പീഡ് തന്നെ കിട്ടും. അതിന് ഞാൻ ഗ്യാരണ്ടിയാണ്. അതിൽ കുറച്ച് ഒരിക്കലും പോവില്ല. ലൈക്ക് നിങ്ങൾക്ക് സ്റ്റേബിൾ ആയിട്ടുള്ള ഇന്റർനെറ്റ് കിട്ടും. അല്ലാതെ നമ്മൾ ഈ പറഞ്ഞ ബേസിക് മോഡം മേടിച്ച് യൂസ് ചെയ്തിട്ട് നമുക്ക് നെറ്റ് കിട്ടുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലോജിക്കും ഇല്ല. അതാണ് നമ്മൾ പറയേണ്ടത്. ഫോർ എക്സാമ്പിൾ, നമ്മുടെ ഓപ്പറേറ്റർ പറയും എല്ലാ സ്പീഡും കിട്ടും, ഫുൾ കിട്ടും, 5G കിട്ടും, 4G കിട്ടും എന്നൊക്കെ പറയും. അതൊന്നും ഒരിക്കലും നടക്കില്ല. നമ്മളൊരു 1, 2, 3 ഡിവൈസ് യൂസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക്, ഒരുമിച്ച് നമ്മൾ നെറ്റിൽ വൈഫൈ യൂസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഇതൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് സ്ലോ ആവും. പിന്നെ വേറൊരു കേസ്, നിങ്ങളുടെ വീട്ടിൽ ഇപ്പോൾ 3-4 ഡിവൈസുകളോ 5-6 ഡിവൈസുകളൊക്കെ ഒരുമിച്ച് നെറ്റ് കണക്ട് ചെയ്ത് യൂസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, പിന്നെ നിങ്ങൾ സ്പീഡ് ടെസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരിക്കലും ഫുൾ സ്പീഡ് നെറ്റിൽ കാണിക്കില്ല. ബാക്കിയുള്ള ഡിവൈസുകൾ ആ ഒരു ബാൻഡ് വിഡ്ത്ത് യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ടാണ് നിങ്ങൾക്ക് ആ സ്പീഡ് കാണിക്കാത്തത്. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബാക്കിയുള്ള ഡിവൈസുകളൊക്കെ ഓഫ് ചെയ്തിട്ട് നിങ്ങൾ സ്പീഡ് ടെസ്റ്റ് ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് ബാൻഡ് വിഡ്ത്ത് എന്നുള്ളത് അറിയാൻ പറ്റും. ഞാൻ എപ്പോഴും സജസ്റ്റ് ചെയ്യുന്നത്, നിങ്ങളൊരു
ബേസിക് മോഡം അല്ലെങ്കിൽ നിങ്ങൾ എന്താ പറയുന്നത്, നിങ്ങൾ ഓപ്പറേറ്ററിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ച മോഡമാണ് സ്ഥിരം നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുന്നെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യുക, ഒരു ഡുവൽ ബാൻഡ് വൈഫൈ റൗട്ടർ മേടിക്കുക, ഒരു കണക്ഷൻ എടുത്ത് വൈഫൈ റൗട്ടർ കൊടുത്തിട്ട് അവിടെ സെറ്റ് ചെയ്ത് നിങ്ങളൊന്ന് ഉപയോഗിച്ച് നോക്കുക. അതിൻ്റെ ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ പറയുക.